അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഈ സിമുലേറ്റർ വെച്ചിട്ട് വാഹനം ഉപയോഗിക്കാതെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം +2 കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ലൈസൻസ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് പ്രീ ലൈസൻസ് ട്രെയിനിങ്ങുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇപ്പം കാസർഗോഡ് വന്നപ്പോൾ ചില നിവേദനങ്ങൾ കിട്ടി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നമ്മുടെ ദേശീയപാതയിൽ ഇപ്പം സ്കൂട്ടർ, ബൈക്ക്, അതുപോലെ ഓട്ടോറിക്ഷ ഒന്നും കയറാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ അത് പല വണ്ടികളും കയറി പോകുന്നുണ്ട്, സ്ഥിരം അപകടം ഉണ്ടാകുന്നുണ്ട്. അവിടെയെല്ലാം ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു എൻഫോഴ്സ്മെന്റ് നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ അപകടങ്ങൾ ഇങ്ങനെ വ്യാപകം അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. അത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. കേന്ദ്രത്തിന്റെ നിയമമാണ്, അപകടം കുറയ്ക്കണം. അവിടെ എല്ലാം സൈൻ ബോർഡും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രിയാത്ര ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കന്നഡ തന്നെ പോലുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും ഡിമ്മടിക്കാനാണ് വണ്ടികൾ. നമുക്ക് പലപ്പോഴും കണ്ണാടത്തിന് അവസ്ഥയുണ്ട്. അത് പലപ്പോഴും അതൊരു അന്വേഷണം, അതായത് ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന പലപ്പോഴും രാത്രിയിൽ നടത്താറ് അതൊരു ശീലമായി മാറിയ അവസ്ഥയാണ്. ഇതൊരു കൃത്യമായി നമുക്ക് ഒരു ഡ്രൈവിംഗ് കൾച്ചർ വേണം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുകയാണ്. റോഡ് സേഫ്റ്റിയുടെ ഒരു സാക്ഷരത, ആ സാക്ഷരത നമ്മൾ വലിയ രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളാണ് അതിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കൂടുതൽ നമുക്കത് ചെയ്യാം. നമുക്ക് സാക്ഷരതാ യജ്ഞം പോലെ ഒരു ഡ്രൈവിംഗ് സാക്ഷരതാ യജ്ഞം. അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഈ സിമുലേറ്റർ വെച്ചിട്ട് വാഹനം ഉപയോഗിക്കാതെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം +2 കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ലൈസൻസ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് പ്രീ ലൈസൻസ് ട്രെയിനിങ്ങുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇപ്പം കാസർഗോഡ് വന്നപ്പോൾ ചില നിവേദനങ്ങൾ കിട്ടി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അവർ ഇപ്പോൾ 5 വർഷം ലൈസൻസ് ഉള്ള ഒരാൾക്ക് പഠിപ്പിക്കാവുന്നതാണ് വെപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ കാര്യമോ പതുക്കെ ആയിട്ട് കൊണ്ടുവരാം. യെസ്, നമുക്ക് അവസാനിപ്പിക്കാം.